Hello, good evening. Welcome to Super Prime Time Live Show. 3 in 1. Okay, ഇത് നമ്മുടെ ഇത് എനിക്ക് രണ്ടു പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. Shehnaz, ഞാൻ സിമി. So 3 in 1 powered by Time Express Cargo and sponsored by Green Olives Beauty Salon and Ujala. ഉജാലയുടെ പരസ്യത്തിനാണ് നമ്മൾ ഷെഹനാസിനെ ഇങ്ങനെ ഡ്രസ് ഇട്ട് ഞാൻ കുറച്ചു നേരം പോസ്റ്റ് എടുക്കാം. ഷെഹനാസ് എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്തു. ഹലോ, വെൽക്കം ടു ഓൾ. ഗുഡ് ഈവനിങ്. അതെ അപ്പോൾ ഷെഹനാസ് ഇങ്ങനെ നിങ്ങളെ എല്ലാവരും കാണാനായിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ 3 in 1 എത്തുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻ ഷെഹനാസ് പറയും? നമ്മളെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? GK ഉണ്ട്, മ്യൂസിക് ഉണ്ട്, മൂവീസ് ഉണ്ട്, പുട്ടുണ്ട്, കടലുണ്ട്, ദോശയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് മൂവീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, GK ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എല്ലാ തവണയും നമ്മൾ UBL അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ പറയാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഇപ്പൊ കുറെ പരിപാടികൾ വരുന്നുണ്ട്. വൺ ഓഫ് ദ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മെലഡി ഡ്രീംസ്, അതായത് നിതം കൺസൾട്ടൻസി. പറഞ്ഞോ, എനിക്കറിയത്തില്ല ഷെഹനാസ് തന്നെ എല്ലാം നമുക്ക് ഒരുമിച്ച് പറയാം, സംസാരിപ്പിക്കാം കേട്ടോ. എനിവേ, നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസ്. അതാ നിങ്ങൾക്ക് പോസ്റ്റർ കാണാം. അപ്പൊ അതിന് ഇന്ന് വിളിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മള് ഇന്ന് വിളിച്ച് കണക്ട് ആവുന്നു. വിളിച്ച് ചുമ്മാ നമ്മളോട് മിണ്ടാതിരിക്കുന്നവർക്കില്ല കേട്ടോ. ഇന്ന് വിളിച്ച് കണക്ട് ആവുന്ന എല്ലാവർക്കും നമുക്ക് അതിന്റെ ഇതിനകത്ത് നമ്പർ തന്നിട്ടുണ്ട്. അവിടെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരിപാടി കാണാനുള്ള ഭാഗ്യമുണ്ട്. കപ്പിൾ ടിക്കറ്റ്സ്, ഇപ്പൊ 2 പേർക്കുള്ള ടിക്കറ്റ്സ് തരുന്നതായിരിക്കും. ഇറ്റ്സ് ഹാപ്പനിങ് ഓൺ ഓഗസ്റ്റ് 31st. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ദിസ് 31st. അപ്പൊ നമ്മളെ വെന്യൂ വന്നിട്ടുള്ളത് ജുമേറ എവിടെയാന്ന് പറഞ്ഞാൽ അമേരിക്കൻ അക്കാഡമിയിലാണ്. 6:30 ജുമേറ എന്ന് പുള്ളിക്കാരി പറയാൻ ഉദ്ദേശിച്ചത് ആ സ്കൂളിന്റെ ഏരിയ ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് അതൊന്ന് എടുത്ത് പറയാം. സ്കൂളിന്റെ ഏരിയ ഹെൽപ്പ് ചെയ്ത് തന്നതാണ്. നമ്മൾ ദുബായ് അമേരിക്കൻ അക്കാഡമി സ്കൂളിൽ വെച്ചാണ്. അൽബർഷ, നമ്മൾ ആ ഏരിയ അൽബർഷ എന്ന് കൂടെ പറയും. ജുമേറ അൽബർഷ കേട്ടോ. അൽബർഷ ഇപ്പം വളരെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ വെന്യൂ ആണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് പോവാണെങ്കിൽ തന്നെ നമുക്കൊരു കോൺസേർട്ട് കാണുന്ന ഫീല് കിട്ടും. മനസ്സിലായോ? അപ്പം നരേഷ് അയ്യറിന്റെ പാട്ടിനെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ പറയും. നരേഷ് അയ്യറിന്റെ പാട്ടുകൾ ഏതെങ്കിലും മനസ്സിൽ വരുന്ന ഏതാ? നരേഷ് അയ്യറിന്റെ സോങ്സ് മുന്തിനം പാത്തേനെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം അല്ലേ? അതുപോലെ തന്നെ കുറെ നല്ല നല്ല തമിഴ് സോങ്സ് ഉണ്ട്. അതുപോലെ ഹിന്ദി പാടിയിട്ടുണ്ട്. നമ്മുടെ എന്നുള്ള സോങ് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ നരേഷ് അയ്യർ ഉണ്ട്. അതുപോലെ പിക്ചർ നിങ്ങൾക്ക് കാണാം. ഹിറ്റ് FM ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹിറ്റ് FM പ്രസൻസ് നിതം കൺസൾട്ടൻസി മെലഡി ഡ്രീംസ് എന്നാണ്. അപ്പൊ നമ്മുടെ ഹിറ്റ് FMല് നമ്മളുടെ ദുബായിയുടെ ഒക്കെ സ്വന്തമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും നിങ്ങൾക്ക് അറിയാം. അതിൽ പിക്ചറിലുള്ള ആളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, നൈല ഉഷ. സോ ഓഫ് കോഴ്സ് ഇവരെല്ലാവരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സ് പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അതൊന്നും കൂടി എടുത്തു പറയാം. ലെറ്റ് മീ ചെക്ക് ഔട്ട്. മീൻ ടൈം നമ്മളുടെ നമ്പേഴ്സ് വായിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് UAE തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് നാട്ടില് നമുക്കറിയാം ഒത്തിരി റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ട്. നാട്ടിലുള്ളവർക്കല്ലേ കൂടുതൽ അവസരങ്ങൾ വരുന്നത്. പക്ഷേ ഇവിടെ ഇത് UAE എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ കുറവാണ്. ഒത്തിരി ടാലന്റ് ഉണ്ട്, പക്ഷെ അവസരങ്ങൾ കുറവായത് കാരണം അവരുടെ ടാലന്റ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഷെഹനാസിന് പാട്ട് പാടാൻ അറിയാം? കുറച്ച്. നമുക്ക് 2 പേര് പാട്ട് പാടിയാലോ? പാടിക്കും. അപ്പത്തേക്ക് ഞാൻ ഇവരോട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കാം. ദൈവമേ, ഏതായാലും 2 പേര്. ഒരു കോളർ ഉണ്ട്. ആ കോളിലേക്ക് പോയിട്ട് പാടാം. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ഞാൻ ഇക്ബാൽ. ഇക്ബാലിക്ക, എന്നാ ഉണ്ട്? ഷെഹനാസ് ഇന്ന് എന്റെ കൂടെ ഉണ്ട്. നമ്മുടെ പുതിയ ആങ്കർ ആണ്. ഷെഹനാസിനോട് സംസാരിച്ചു ഇക്ബാലിക്ക. ഹായ് ഷെഹനാസ്. ഹായ് ഇക്ബാലിക്ക. എവിടെയാണ്? നാട്ടിലെവിടെയാണ്? നാട്ടിലെ തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? ഷാർജയിലാണ്. ഷാർജയിൽ. എന്ത് ചെയ്യുന്നു? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫാമിലി ആയിട്ടാണോ ഇവിടെ അതോ ഫാമിലി നാട്ടിൽ? ഫാമിലി ഇപ്പൊ നാട്ടിലാണ്. ഒരു അടുത്ത ആഴ്ച വെക്കേഷൻ ഒക്കെ തീർന്നു, എല്ലാരും തിരിച്ചു വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇക്ബാലിക്ക, അപ്പൊ ഇക്ബാലിക്കയാണ് നമ്മുടെ ഫസ്റ്റ് കോളർ. ഞാൻ തുടക്കത്തിൽ പറയുമായിരുന്നു. അതെ, എന്നോട് വേണ്ടിട്ട് കുറെ ദിവസമല്ലേ? ഓ, ഞാൻ പഴയപോലൊക്കെ തന്നെ ഉണ്ട്. കുറച്ച് വണ്ണമൊക്കെ വെക്കുന്നുണ്ട്. എന്തോ ചെയ്യാനാ? പിന്നെ തീറ്റ കുറവില്ലല്ലോ, പ്രത്യേകിച്ച് മധുരം.
ദൈവമേ, സഹിക്കാൻ പറ്റുന്നില്ല. എനിവേ, ഞാൻ ഒരു സന്തോഷം പറയട്ടെ. പറയൂ. ഓക്കെ, നമ്മുടെ ഒരു കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നിതം കൺസൾട്ടൻസി പ്രസൻസ് UBL ആൻഡ് ഹിറ്റ് FM അസോസിയേറ്റ് ചെയ്യുന്ന നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസിന്റെ ഒരു കപ്പിൾ ടിക്കറ്റ് ഇപ്പൊ തന്നെ വിളിച്ചത് കൊണ്ട് തന്നെ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിന് ഞാനൊരു നമ്പർ തരാം. അതിൽ വിളിക്കുവാണെങ്കിൽ അതിന്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് കിട്ടും. 05 ഞാൻ എല്ലാരോടും കൂടെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് കോണ്ടാക്ട് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. 13858889 സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിൽ കണ്ടില്ലേ? അപ്പൊ പറയാം 05013858889. ഓക്കെ, നോ പ്രോബ്ലം. ഇത് നമ്മൾ ഫേസ്ബുക്കിലുണ്ട്. ഇപ്പൊ ഈ ലൈവ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഈ പരിപാടി കഴിയുമ്പോഴത്തേക്കും ഫേസ്ബുക്ക് എടുത്ത് നോക്കുക, പേജ് എടുത്ത് നോക്കുക. അപ്പൊ ഞങ്ങളെ നോക്കുക, അതിനൊന്ന് ജസ്റ്റ് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ കണ്ടോ? നമ്പർ കണ്ടോ? അപ്പൊ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വിളിക്കുന്ന ഇപ്പം ഇക്വാലിക്കയുടെ പേരാണെങ്കിൽ ഇപ്പം എന്നെ ഫസ്റ്റ് വിളിച്ചാണല്ലോ, ഞങ്ങൾ നിങ്ങളുടെ പേരും നമ്പറും ഞങ്ങൾ ഇവർക്ക് കൊടുക്കും. ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ID പ്രൂഫുമായിട്ട് ചെല്ലണം. ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എമിറേറ്റ്സ് ID ചെല്ലുമ്പോൾ 2 ടിക്കറ്റ് കിട്ടുന്നത്. 2 ടിക്കറ്റ് കേട്ടോ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ലക്കിയാണ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ നരേഷ് അയ്യർ ആണ് വരുന്നത് സാറ്റർഡേ 31 ഓഗസ്റ്റ്. അതുപോലെ തന്നെ പേരും ഫോൺ നമ്പറും എല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. കളക്ട് ചെയ്യണമെങ്കിൽ മറക്കാതെ എമിറേറ്റ്സ് ID ആയിട്ട് പോകണം. ഇന്ന് ഇത് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക്, ഇന്ന് വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ടോ? വാർത്തകൾ വായിക്കേ? കേട്ടിരുന്നു. ഇന്ന് മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വാർത്ത എന്താ? എന്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അതെന്താ? ഇന്നതിന് മൊത്തം ചർച്ച അമ്മയല്ലേ? ഞാൻ നിങ്ങളെ കൊണ്ട് പറയിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് എന്റെ സൈക്കോളജിക്കൽ മൂവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ഓക്കെ, അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞ ചാനലുകാർക്ക് ഇൻക്ലൂഡിങ് UBL കേട്ടോ, ചാനലുകാർക്ക് ചാകരയാണ്. അത് മാത്രമല്ല, ഈ ക്യാപ്ഷൻ എഴുതാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ അല്ലേ? ഈ ക്യാപ്ഷൻ കണ്ട് പ്രോഗ്രാം കാണാറുണ്ടോ? ക്യാപ്ഷൻ കണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ക്യാപ്ഷൻ ഒന്നായിരിക്കും, അടിയിൽ വേറെ ഒന്നായിരിക്കും. സത്യം കേട്ടോ. ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ കുറെ നടിമാരുടെ പടവേ, രണ്ടാമത് കല്യാണം കഴിച്ച നടിമാരെന്നേ, 2 കെട്ടിയ നടിമാരെന്ന്. ഓക്കെ, അതിന്റെ സമൃദ്ധയുടെ പടം. ഓക്കെ, ഞാൻ ഓർത്ത് സമൃദ്ധ സുരൻ 2 കെട്ടിയോ? ഈ യൂട്യൂബ് ആ വീഡിയോ മൊത്തം ഇരുന്ന് ഞാൻ കണ്ടു. 2 കിട്ടിയിട്ടില്ലായിരുന്നു. സമൃദ്ധയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. സോ ഇറ്റ് വാസ് എ ട്രാപ്പ് ഫോർ മീ. അത് നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും കൊടുക്കും, എന്നിട്ട് വാർത്ത എന്തെങ്കിലും എഴുതും. ഓക്കെ, അങ്ങനെയുള്ളവർ ശരിക്കും ചെയ്യാൻ പാടില്ല അല്ലേ? അതൊരു മാധ്യമ നീതി. സോഷ്യൽ മീഡിയ പക്ഷെ ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ അമ്മയുടെ ന്യൂസ് എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ആര്യാദ്യരായിട്ട് പലരെയും നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന, ഞാൻ പേരുകൾ പറയുന്നില്ല, നമ്മൾ പേരുകൾ പറയുന്നില്ല, മനസ്സിൽ വെച്ചിരുന്ന പലരുടെയും മുഖം ഇങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചു പോകും. വിഗ്രഹങ്ങൾ വീണുടയുന്നു. അതാണ്, വിഗ്രഹങ്ങൾ വീണുടഞ്ഞു. പക്ഷെ നമ്മൾ ചിരിക്കുവോ കേട്ടോ ചിലപ്പോ? അതെ, നമ്മൾ ചിരിക്കുന്നില്ല കേട്ടോ. വി റെസ്പെക്ട്, ബിക്കോസ് നമ്മളും പെണ്ണുങ്ങളാണ്. നമ്മൾ പുരുഷന്മാരുടെ സ്ഥലത്ത് നിൽക്കുന്നു. 2 ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? മുമ്പുള്ള സിനിമയിലുള്ള ഡയലോഗുകളൊക്കെ ഇന്ന് എത്രയും സ്ത്രീ വിരോധ ഡയലോഗുകളൊക്കെ എല്ലാവരും കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സ്ത്രീ വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ പറയും. പഴയ സിനിമകളിലൊക്കെ ചില ഡയലോഗുകൾ ഇന്ന് പറഞ്ഞാല് ആളെടുത്തിട്ടിടിക്കും. അല്ലാണ്ട് അപ്പൊ ഈ ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മാറേണ്ടതായ കാര്യങ്ങളുണ്ട്, മാറുക തന്നെ വേണം. 2-3 കാര്യങ്ങൾ ഇപ്പൊ നോക്കണ്ടേ? ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പാർലമെന്ററി തന്നെയല്ല, ചില പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് അത് ശരിക്കും പറയാം. നമ്മളത് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇന്നത്തെ കാലത്ത് ലിംഗനീതി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. മുമ്പ് അതുണ്ടായിരുന്നില്ല. അതെല്ലാവർക്കും എന്നും സമൂഹം ഒരു അനധികാര സമൂഹം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ അത് മാറി ലിംഗനീതിയിലോട്ട് കാര്യങ്ങൾ വരണം.
നമ്മളെ എല്ലാരെയും റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എല്ലാവർക്കും ഫുള്ളായിട്ട് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ആ ഒരു മാറ്റം വേണം, എല്ലായിടത്തും വേണം. മാറേണ്ട സാധനങ്ങളൊക്കെ മാറണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ ചില ആൾക്കാർ വന്നിട്ട് ഞാൻ നല്ലതാണ് എന്ന് സമർത്ഥിക്കാനുള്ള കഴിവുള്ള നടന്മാരോ അല്ലെങ്കിൽ ആൾക്കാരോ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വന്ന് പറയുകയാണ് ഞാൻ നല്ലതാണ്, പക്ഷെ നമ്മൾ ബിഹൈൻഡ് ദി സ്ക്രീൻ ശരിക്കും നമ്മളായിരിക്കും ഏറ്റവും വലിയ വില്ലൻ. നമ്മളുടെ ഞാൻ നല്ലതാണെന്ന് ഞാനല്ല പറയേണ്ടത്, എന്നെ വിലയിരുത്തേണ്ടത് സമൂഹമാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല, സമൂഹത്തിന് കണ്ണ് മറയ്ക്കാനാണ് നോക്കുന്നത് കൂടുതൽ. ഈ പകൽമാന്യന്മാരെന്ന് പറയും. അതെ, പകൽമാന്യന്മാര് അവരുടെ അങ്ങനെയുള്ള ആളുകളുടെ അല്ലേ ഈ വിഗ്രഹങ്ങൾ വീണോട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു, ബിക്കോസ് ഇതൊരു സീരിയസ് കാര്യമാണ്. അതുകൊണ്ട് ഞാനും അതെ, നമ്മളൊരു തമാശ രീതിയിൽ തുടങ്ങിയെങ്കിലും നമുക്ക് തമാശിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചിരിയൊക്കെ നിർത്തിയതാണ്. എനിവേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞാലോ? പോവാലോ. ഓക്കെ, എന്താണത് ഇപ്പൊ സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞാൽ മതി. വളരെ പണ്ടത്തെ ഊതിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ ലിംഗസമ്മതത്തിന്റെ ആൾക്കാരാണ്, എല്ലാരോടും വലിയ വളരെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ സ്റ്റാർട്ടും സ്റ്റോപ്പും സ്റ്റാർട്ട് പറഞ്ഞു. അപ്പൊ നമ്മള് ചക്രം കറങ്ങട്ടെ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. അപ്പൊ നമ്മള് കിട്ടിയിട്ടുള്ള പോയിന്റ് മ്യൂസിക് ഇഷ്ടാണോ? കേൾക്കാൻ ഇഷ്ടമാണ്. പാടുവോ? ഇല്ല. ഞാൻ ഷഹനാസിനെ കൊണ്ട് പാട്ട് പാടിക്കുന്നു. ഓക്കെ, നമുക്ക് മ്യൂസിക്കിലേക്ക് പോവാം. ടിവിയുടെ വോളിയം ഒന്ന് കൂട്ടി വെക്കോ? ഓക്കെ, അപ്പോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് സിനിമയിലെ BGM ആണ്? ഓക്കെ, കേട്ടോ? ഓപ്ഷൻസ് വായിക്കാം. കപ്പേള, രേഖ, ഇരുൾ. കപ്പേള. അപ്പൊ ഓപ്ഷൻ എ കപ്പേള ലോക്ക് ചെയ്തു. ഈ കപ്പേള എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഇക്ബാലിക്കൊക്കെ? കപ്പേള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നറിയാം, അങ്ങനെ എന്താ പറയാ, ഒരു ഇനിയിപ്പോ വേറെന്താ ഞാൻ പറയാ, സംഭവം അറിയാം എനിക്ക്. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോന്ന് പറയണേ. കുരിശും തൊട്ടിയാണോ? കുരിശും തൊട്ടിയില്ല, മറ്റേ പള്ളിയില് അതാണോ? അതന്നെ, പള്ളിയുമായി ബന്ധപ്പെട്ട. അതായത് നമുക്ക് അടുത്തൊരു പള്ളി ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുന്നിൽ കുരിശും തൊട്ടി എന്നാ ഞങ്ങള് പറയുന്നത്. കുരിശും തൊട്ടി. കപ്പേളാന്ന് ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഞാൻ ആ വാക്ക് കേൾക്കുന്നത്. അപ്പൊ ഞാൻ പോയി സെർച്ച് ചെയ്ത് എന്തോ ഈ കപ്പേള എന്ന്. അപ്പൊ നമ്മള് കോട്ടയത്തൊക്കെ ഞാൻ പറയുന്നത്, കോട്ടയത്ത് എങ്ങനെയാണോ പറഞ്ഞത്, ഞാൻ പറയുന്ന ആ കുരിശും തൊട്ടി ഉണ്ടായിരുന്നു ഏകദേശം അടുത്തുണ്ടായിരിക്കും ഒരു കുരിശോ, അല്ലെങ്കിൽ അത് എന്താണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പം ഓരോ പുണ്യാളന്മാരുടെ പള്ളി അടുത്തുണ്ടെങ്കിൽ ആ പുണ്യാളന്റെ പടവും കുരിശും ഒക്കെ ആയിട്ട് നമുക്കൊരു ഇത് കാണും. ഓക്കെ, നീ ഇപ്പൊ ടിവിയുടെ വോളിയം കുറച്ചോ കേട്ടോ, കാരണം ഞാൻ എന്റെ പ്രഭാഷണം എനിക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റോപ്പ് പറഞ്ഞോളൂ. പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് പറയണേ. പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മളെ ഓപ്ഷൻസ് വന്നിട്ടില്ല. മൂവീസ്. ഓക്കെ, മൂവീസ് ആണ്. മൂവീസ് ഇപ്പൊ അടുത്ത ഏതാ കണ്ടത്? ഓക്കെ, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ വന്നു. പൂർണ്ണമായും ഗൾഫിൽ ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പൂർണ്ണമായും ഗൾഫിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ. ആടുജീവിതം, ഷാർജ ടു ഷാർജ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. ഓക്കെ, പൂർണ്ണമായും ഗൾഫിൽ ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമ. ആടുജീവിതം, ഷാർജ ടു ഷാർജ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അടിപൊളി പാട്ടുണ്ടായിരുന്നു, ജയറാമിന്റെ അല്ലേ? അപ്പൊ നമ്മളെ ഓപ്ഷൻ പറഞ്ഞ, പക്ഷെ അതല്ലായിരുന്നു, വിൽക്കാനുണ്ട് സ്വപ്നങ്ങളായിരുന്നു.
വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടിയുടെ സീനൊക്കെ നാട്ടിലുണ്ടല്ലോ ഒരുപാട്. പഴയ പടം ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. ഷാർജ ടു ഷാർജ ആലപ്പുഴയിലായിരുന്നു. കൂടുതലും നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മളുടെ ഇതിനകത്ത് കാണിക്കുന്നത് വിൽക്കാനുള്ള സ്വപ്നങ്ങളാണ് കേട്ടോ. പൂർണ്ണമായിട്ട് അതായത് ഈ മമ്മൂട്ടി നാട്ടിലുള്ള ഒരുപാട് സീനുകൾ അത് ചിലപ്പോ അത് ഇവിടെ സെറ്റ് ഇട്ടായിരിക്കും നാട്. അവിടെ തെറ്റെടുതാ. നിങ്ങൾ ടോണിയോട് പറയും ശരിയാക്കാനായിട്ട്. ടോണി മാത്രമല്ല വേറൊരാളുടെ പേര് കൂടെ ഞാൻ പറഞ്ഞുതരാം, നിരഞ്ജൻ. അങ്ങനെ ടോണിക്ക് മാത്രം ഇപ്പോൾ നമ്മൾ ഞാൻ നിർത്തിയിരിക്കുവാണ്. ടോണി കമ്പ്യൂട്ടറിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ നിരഞ്ജനുണ്ട്, 2 പേർ. 3 സിനിമ ഞാൻ കണ്ടുള്ളത്. വിൽക്കാനുള്ള സ്വപ്നങ്ങൾ ഒരുപാട്. എന്താണേലും ഞങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഒരു ക്വസ്റ്റ്യനും കൂടെ മൂവിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. ഓക്കെ. സോ ചോദിക്കാണ്, മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ മൂവി ഏതാണ്? നീക്കോ നാച്ച, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, മൂന്നാമതൊരാൾ. നീക്കോ നാച്ച, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, മൂന്നാമതൊരാൾ. ഡിജിറ്റൽ മൂവി മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ലോക്ക് ചെയ്തേക്കാണ്. നീക്കോ നാച്ചയുടെ ഫുൾ ഫോം പറഞ്ഞേ. നിന്നെ കൊണ്ട് ഞാനും ചാവും. മൂന്നാമതൊരാൾ. അപ്പം ആൻസർ മലയാളത്തിൽ ആദ്യത്തെ 3D പടമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. 3D ആണ്, ഡിജിറ്റൽ അല്ല. ഡിജിറ്റൽ അല്ല, 3D ആയിരുന്നു. മൂന്നാമതൊരാൾ അതിനകത്താണോ? അത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. പോലീസിന്റെ അടിയിട്ടുണ്ട് റിലീസിന്റെ എനിക്ക് ഓർമ്മ. ആണോ? ഞാൻ ആദ്യത്തെ വന്നത് 80-ല്. ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഹലോ, അടുത്ത കോളർ വന്നു കേട്ടോ. ഹലോ. താങ്ക് യു. ഹലോ 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 ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സൂര്യ. സൂര്യ 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 കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാണെന്നറിയോ? എന്താന്ന് വെച്ചാൽ നിതം കൺസൾട്ടൻസി, ഹിറ്റ് എഫ്എം ആൻഡ് UBL അസോസിയേറ്റ് ചെയ്യുന്ന നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസിന്റെ 2 കപ്പിൾ ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഈ വരുന്ന ഓഗസ്റ്റ് 31 ചെല്ലുക. നമ്മുടെ നരേഷ് അയ്യറിന്റെയും പിന്നെ UAE എന്നുള്ള 5 അടിപൊളി സിംഗേഴ്സിന്റെ ഒക്കെ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കാം. അതിലൊരാൾ എന്റെ ഫ്രണ്ടുമാണ്, ഷിനു. വേഗം പോയി. അപ്പം ഞാനതൊരു കൊളോക്യലി പറഞ്ഞതാ, എന്ത് വേണം എന്നുള്ളതിനകത്ത്. എനിവേ അതിന് കൊണ്ടുപോകാൻ നിങ്ങളുടെ നമ്പറും പേരുമാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുക, നിതമിന് കൊടുക്കുക. സോ യു ഹാവ് ടു ടേക്ക് യുവർ ID പ്രൂഫ് എടുക്കണം. സോ അവിടുന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അതിനൊരു നമ്പർ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ കാണിക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ടിക്കറ്റ്സിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളെ വിളിച്ചവർ അതിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെങ്കിലും അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചവർക്ക് അത് സമ്മാനമാണ് കേട്ടോ. ഓക്കെ. സോ 050-138-5889. ഓക്കെ. ഇതുപോലെ തന്നെ ടിക്കറ്റ് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ടിക്കറ്റിഫൈ എന്നുള്ള ആപ്പിലും ഉണ്ട്. ഓക്കെ, അവൈലബിൾ ആണ്. ticketify.com. സൂര്യ, സൂര്യ ഷഹനാസിനെ കണ്ടോ? എന്റെ കൂടെ ഞാൻ സിമി. ഹായ്. ഞാൻ ഷഹനാസ്. ഷഹനാസിനോട് കുറച്ചേരം സംസാരിച്ചു. ഷഹനാസ് പാട്ട് പാടും. സിമി പാട്ട് പാടോ? ഞാൻ പാടിക്കഴിഞ്ഞു. ABCD പറഞ്ഞു. അടുത്തത്. ഓക്കെ. എന്നിട്ട് നാട്ടിലെവിടെയാണ്? നാട്ടിൽ എറണാകുളം. സൂര്യ പാടുവോ? ഇല്ല, ഞാൻ പാടൂല. എന്താണ് ഹോബീസ്? എന്താണ്? ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യും. ക്ലാസിക്കൽ ഓർ വെസ്റ്റേൺ? ഇല്ല, പണ്ട് ക്ലാസിക്കലും അല്ല യുവജനോത്സവം ഒക്കെ ആയിരുന്നു. ഇപ്പൊ ബോളിവുഡ് പഠിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തിരുവാതിര അങ്ങനത്തെ സംഭവങ്ങൾ. ഗ്രേറ്റ്. അപ്പൊ നല്ല. അപ്പൊ ഈ തിരുവാതിര കളിക്കുന്നത് പറഞ്ഞോണ്ടേ, ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ മത്സരത്തിന് പോയിട്ടുണ്ടോ തിരുവാതിര? പോയിട്ടുണ്ട്. ഓക്കെ. ഈ എല്ലാരും വിചാരിക്കും ഈ തിരുവാതിര കോമ്പറ്റീഷന് പോയിട്ടുണ്ടോ? ഓക്കെ. മത്സരങ്ങൾക്ക് പോയിട്ടുള്ളവർക്കറിയാം ഇതത്ര എളുപ്പമായിട്ട് വിചാരിക്കും. പക്ഷേ നമ്മളിപ്പോ ഓരോ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളവരെ പ്രാക്ടീസിന് കൊണ്ടുപോകും അല്ലേ സൂര്യ? ഈ കാല് രണ്ടും പിന്നെ വെച്ച് നടക്കുന്നതേ അല്ലേ? അല്ല, പണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മള് പഠിച്ചത് ചെറിയ പ്രായമായതുകൊണ്ടായിരിക്കും നമുക്കിത് പെട്ടെന്ന് കിട്ടും. ഇപ്പൊ പഠിച്ചിട്ട് ഓർമ്മയിൽ കിട്ടില്ല. സത്യം കേട്ടോ. എന്നെയൊക്കെ എല്ലാ ഡാൻസിലും എന്നെ പെട്ടെന്ന് എടുക്കുവേ. എന്നാന്നറിയാവോ? ആദ്യത്തെ പെർഫോമൻസേ ഉള്ളൂ. ഇവർ കാണിക്കും, അതുപോലെ പെട്ടെന്ന് കോപ്പി ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് എനിക്കിത് ഓർഡറിൽ ഓർത്തിരിക്കാൻ നല്ല പാടാ. പക്ഷെ ഒന്നാന്തരം കോപ്പി അടിക്കാനത്തെ ആയതുകൊണ്ട് അങ്ങനത്തെ ഡാൻസിന് കേട്ടോ. ടോക്കിംഗ് അബൌട്ട് ഡാൻസ്. I love to dance. സൂര്യ, ഓക്കെ. സൂര്യ ഇപ്പൊ ഈ ഡാൻസിലൊക്കെ ആയിരുന്നോണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ?
സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത് ഒന്ന് ഈ ഇവിടെ UAE വന്നതിന് ശേഷം ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണല്ലോ. അപ്പൊ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്താണെന്നൊന്നും അറിയണം. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒന്ന് അഭിനയിച്ചു. അനുഭവം പറയൂ. കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാനാ പറയൂ. സോറി. അപ്പൊ എന്തായാലും അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം അനുഭവം? കുഴപ്പമില്ല, എനിക്ക് അത്ര അത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. വായി പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. അല്ല അങ്ങനെയല്ല, അവരിൽ നിന്ന് വേറെ നെഗറ്റീവായിട്ടൊന്നും ഉണ്ടായിട്ടല്ല. ഡയലോഗ് പറയാനും അത്ര വലിയ താല്പര്യമായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്കിത് എന്താണെന്നൊന്ന് അറിയണം എന്നുണ്ടായിരുന്നു, അതറിഞ്ഞു. അതോടുകൂടി പിന്നീട് കുറെ ആൾക്കാർ വിളിച്ചെങ്കിലും ഞാൻ പോയില്ല. അപ്പൊ അത് ചിലപ്പോ ഒരു ഇൻട്രസ്റ്റ് അതിൽ ആയിരിക്കത്തില്ല അല്ലേ? അതെ അതെ, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോവും. ഇത് വിളിച്ചിട്ട് പലപ്പോഴും ഒരുപാട് പേര് നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെ പോവാൻ തോന്നിയില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം അഭിനയം, നൃത്തം അല്ലെങ്കിൽ പടം വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ബ്ലെസ്ഡ് ആയിട്ടൊരു കലയാണ് അല്ലെ? അത് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. ഇപ്പൊ നമ്മളിപ്പം അഭിനയിക്കുന്നവരെ കുറ്റം പറയുന്നവർ, അപ്പൊ ഇവരിതിന് പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിന് പാഷനാണ്, അത് യൂട്ടിലൈസ് ചെയ്യുന്നവരാണ്. അതെ, കഴിവ് നമ്മൾ യൂസ് ചെയ്യാം. പക്ഷെ കഴിവ് ഉണ്ടായിട്ട് നമുക്ക് പേടിയാണ് മാത്രം. അതെ അതെ, തീർച്ചയായിട്ടും. സൂര്യ, ഇപ്പൊ ഈ സ്ത്രീകളുടെ ഒരു പക്ഷ പറയുവാണെങ്കിൽ ഇപ്പത്തെ കാണുന്ന വാർത്തകൾ, ഇപ്പൊ ഡോക്ടറിന്റെ കേസ്, ഇപ്പം ഒരു നടന്ന ഒരു കൊലപാതകത്തെ കുറിച്ച് അറിയാമല്ലോ. ന്യൂസ് ഒക്കെ വായിക്കാറുള്ള ആളാണോ? പക്ഷേ ഡോക്ടറിന്റെ കേസ് എന്താണെന്ന് എനിക്ക് പോയി, ഞാൻ മിണ്ടുന്നില്ല. എനിവേ, എന്താണ് ഇഷ്ടമുള്ള ഒരു കുറച്ചു നേരം സമയം ചുമ്മാതെ കിട്ടി, ഓക്കെ, അപ്പം ചുമ്മാ ഇരിക്കാൻ ഇഷ്ടം എന്ന് പറയരുതേ, അതേ ഞാനിപ്പം ഇവിടെ ഇങ്ങനെ പ്ലങ് ആവും. മൈ ക്വസ്റ്റ്യൻ ഇസ്, കുറച്ചു നേരം ഒരു 8 മണിക്കൂർ ചുമ്മാതെ ഇരിക്കാൻ സമയം കിട്ടി, ഓക്കെ, എന്ത് ചെയ്യും? ഞാൻ ബ്യൂട്ടീഷ്യനും കൂടിയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ചെയ്യാൻ പോണ ഹെയർ കെയറോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് കിട്ടുണ്ടാവും. ഹെയർ കെയർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ചെയ്യാൻ പോണത്. നല്ലൊരു ഐഡിയ കേട്ടോ. അപ്പൊ മടിച്ചെല്ലാം നടത്താം. അല്ല, എനിക്ക് അങ്ങനെ ഇവിടെ ആരും ഇല്ല, പിള്ളേരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ടൈം വെറുതെ ഇരിക്കാറില്ല. ഇല്ല, അപ്പൊ സെൽഫ് ആയിട്ട് നോക്കുന്ന ഒരാളാണ്. വെറുതെ ഇരിക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുപാട് സമയം ഒന്നും ചെയ്യാനില്ല, ബോറിംഗ് ആയി തോന്നാറില്ല. ഞാനും ഇരിക്കാറുണ്ട് ചുമ്മാ സമയം ഇങ്ങനെ. ഞാൻ പെട്ടെന്ന് സമയം പോകുന്നത്, ചുമ്മാ ഇരിക്കോ, ഒന്നും ചെയ്തിട്ടല്ല. എനിവേ, നൈസ് സൂര്യ. എനിക്ക് സൂര്യയോട് പണ്ട് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഒരു തവണ വിളിച്ചപ്പോ? ഇല്ല. ഓക്കെ, എന്നാൽ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ഓരോ സ്റ്റേജ് ഇവന്റ്സിനൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റാറില്ലേ, അമളികൾ പറ്റാറില്ലേ? പറ്റാറുണ്ട്. അന്ന് പറഞ്ഞ ഫോർ എക്സാമ്പിൾ, എനിക്കാണെങ്കിൽ ഇപ്പോ ഒരു തവണ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ആങ്കറിങ് നടത്തിക്കൊണ്ടിരിക്കുക, എന്റെ കമ്മൽ ഊരിപ്പോയി. അപ്പൊ അതൊരു കിളിയായിരുന്നു കമ്മലെ. അപ്പൊ ഞാൻ പെട്ടെന്ന് മൈക്കി പറഞ്ഞു എന്റെ കിളി പോയി. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്രൗഡ് അങ്ങ് ഏറ്റെടുത്തു, എന്റെ കിളി പോയി, സിമിയുടെ കിളി. അത് തന്നെയായിരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, എന്റെ കയ്യിൽ നിന്ന് പോയതോ. അതുപോലെ ജില്ലകളെ കുറിച്ചും പറഞ്ഞിട്ട് മൊത്തം തെറ്റിപ്പോയി. മൈൻഡ് ഔട്ട് ആവില്ലേ? അതല്ല, എന്റെ കിളി താഴെ പോയത് കാണുന്നില്ല. അപ്പൊ ഇത് അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ പരിപാടി കണ്ടിട്ടുള്ള ആളല്ലേ, അധികം തള്ളുന്നില്ല. അപ്പം പറയൂ, സൂര്യക്ക് ഇതുപോലെ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? എനിക്ക് ഡാൻസിന്റെ സമയത്ത് പറ്റിയിട്ടുണ്ട്. ഒപ്പന കളിക്കണായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഒന്നും ബൈഹാർട്ടല്ല. അപ്പൊ ഞാൻ കോപ്പി അടിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പിൽ എല്ലാവരും കൂടി സെന്ററിലേക്ക് പോയി. അപ്പൊ ഞാൻ മാത്രം അറ്റത്തിരുന്ന് കൊട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഓടി ചെന്നപ്പോ ഞാൻ മാത്രം സെന്റർ, ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് എത്തി. പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഓടിയപ്പോൾ അവരിങ്ങോട്ട് ഞാൻ ആ സ്റ്റേജിൽ ആ ഒരു സ്റ്റെപ്പിന് ഓടി. ലാസ്റ്റ് എന്നോട് ഹസ്ബൻഡ് ചോദിക്കണേ എന്താ ഒറ്റ കിടന്ന് ഓടുന്നത്. പക്ഷെ ഇന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതായിരിക്കും അല്ലേ? അതാണ് ഓർമ്മയിൽ. എന്റെ പല അവതരണവും എനിക്ക് ഓർമ്മയിലുണ്ട്, കാരണം എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് പറഞ്ഞാലോ? സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ് പറയാനാ ഞാൻ മറ്റേ സ്റ്റോപ്പ് പറയാനില്ലേ? എന്താണ് സ്റ്റോപ്പ് പറ സൂര്യ? സ്റ്റോപ്പ് പറഞ്ഞാലേ ചക്രവിടെ നിൽക്കുള്ളൂ. എനിക്കറിയില്ല. ഒന്ന് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. അപ്പൊ നമ്മളെ പോയിന്റ് നിൽക്കുന്നത് സ്പോർട്സിലാണ് കേട്ടോ. സ്പോർട്സ് ഇഷ്ടമാണോ?
എന്തെന്നാണ് സ്പോർട്സോ? ഓക്കെ, ചോദിച്ചോളൂ. ചോദിക്കാം. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ റെഡി അല്ലേ? റെഡിയാണ്. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് വായിക്കാം. പാർക്ക് സ്റ്റേഡിയം ഛത്തീസ്ഗഡ്, അഹമ്മദാബാദ്, ഗ്രീൻ പാർക്ക് ചണ്ഡീഗഡ്, അഹമ്മദാബാദ്, കാൺപൂർ. ഓപ്ഷൻ സി കാൺപൂർ. ഓക്കെ, നമുക്ക് കാൺപൂർ ലോക്ക് ചെയ്യാം. യെസ്, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞിരിക്കുകയാണ്, നിർത്തിക്കോളൂ. അപ്പൊ നമ്മള് GK ലാണ് വന്നിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാളി കാർട്ടൂണിസ്റ്റ് ആര്? കേട്ടില്ലേ? കേട്ട്. അപ്പൊ ഓപ്ഷൻസ് വായിക്കാം. വിൽസൺ ജോൺ, റഹ്മാൻ അബ്ദുള്ള, അബു എബ്രഹാം. സമയം ഇല്ല, സമയം പോകുന്നു. 7, 6, 5, 4, 3, 2, 1, 0. വിൽസൺ ജോൺ പോയി. അബു എബ്രഹാം. പക്ഷെ ഇതൊരു പുതിയ അറിവായില്ലേ? നോ വെരീസ്. കപ്പിൾ ടിക്കറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഫ്രണ്ടിന്റെ ഒക്കെ പരിപാടി കാണാൻ പോണ്ടേ? എൻജോയ് ചെയ്യാ. ഇനിയും എന്നെ കാണുമ്പോൾ എന്നോട് ഒന്ന് സംസാരിക്കുക. കാരണം അന്ന് അക്കാഫിന് വന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. സോ വി വിൽ സീ. ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ലക്ഷ്മി. എവിടുന്നാ വിളിക്കുന്നേ? ദുബായിലാണ്. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലക്ഷ്മി? ആദ്യമായിട്ട് വിളിക്കാണോ? കൊറേ നാള് മുന്നേ വിളിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ ആരാ? ഞാൻ പുതിയ ആളായതുകൊണ്ട് ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ കാരണം കാണുന്നവർക്ക് തോന്നില്ല, ഷഹനാസ് സൗണ്ട് കുറവാ, ഞാനാണെങ്കിൽ ഭയങ്കര ഒച്ചയും കലവിലയുവാ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് പോസ് ചെയ്യുന്നതാണ് സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. ബിക്കോസ് ആ പുള്ളിക്കാരുടെ ഭയങ്കര സ്വീറ്റ് ആ മലയാളം, ഭയങ്കര സംസാരം. ഞാൻ അത്ര സ്വീറ്റ് അല്ല അല്ലേ ലക്ഷ്മി? അങ്ങനെയൊന്നും. ലക്ഷ്മി പാട്ടുകാരത്തിയാ? അല്ല, പാട്ട് പാടില്ല. പാട്ട് പറയുവോ? കേക്കും പാട്ട്. ഏറ്റവും ഇഷ്ടമുള്ള, അതായത് റിപ്പീറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പാട്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മഴയത്ത് മുമ്പിലെ എന്തൊരു സൂര്യോദയം. റൊമാൻറ്റിക് ആണെന്ന് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഏതെങ്കിലും പാട്ട് ഷഹനാസ് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ഏതാണ് ആ റിപ്പീറ്റ് മോഡിൽ പാടുന്നത്? ഏതാ? എനിക്ക് അങ്ങനെ എല്ലാം കേൾക്കും. ആണോ? എനിക്കിപ്പോ റിപ്പീറ്റ് മോഡിൽ ഏതെങ്കിലും പുതിയ ട്രെൻഡിങ് ആയിട്ട്, ഇപ്പൊ ഹനുമാൻ കൈൻഡ് ആണെങ്കിൽ അതാണ് ഒരു 3 ദിവസം. പിന്നെ അതിനെ ഞാൻ തട്ടിക്കളഞ്ഞ പുതിയ സോങ് അങ്ങനെയാ. അത് ആ ട്രെൻഡിങ്ങിലാ കഴിഞ്ഞു പോയി. പിന്നെ അടുത്തതിലേക്ക് പോയി. എനിക്കൊരു സ്ഥിരമായിട്ടൊന്നും ഇല്ല. ഞാൻ സ്ഥിരം കേൾക്കുന്നത് പാട്ടാണ്. എന്റെ വേറൊരു സൂര്യോദയം ആ പാട്ട്. 2 ലൈൻ ഒന്ന് പാടി നോക്കോ? അത് ശരിയാവില്ല. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? ലക്ഷ്മി ഞാൻ ഹൗസ് വൈഫ് ആണ്. ലക്ഷ്മിയോട് ഞാൻ പണ്ട് മിണ്ടിയിട്ടുണ്ട് അല്ലേ? നേരത്തെ വേണ്ടിയിട്ടുണ്ട്. ലക്ഷ്മി, അപ്പം ലക്ഷ്മി ഒരു കൺഗ്രാറ്റുലേഷൻ പറയട്ടെ? പറഞ്ഞോളൂ. കൺഗ്രാറ്റുലേഷൻ. ലക്ഷ്മിക്ക് കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹിറ്റ് FM പ്രസൻസ് നിതം കൺസൾട്ടൻസി UBL അസോസിയേറ്റ് ചെയ്യുന്ന മെലഡി ഡ്രീംസിന്റെ കപ്പിൾ ടിക്കറ്റ്. സോ ഇറ്റ്സ് ഓൺ 31st of this month, August. പറഞ്ഞു എവിടെ വെച്ചാണ്? ദുബായ് അമേരിക്കൻ സ്കൂളിൽ വെച്ചിട്ടാണ്, അൽബർഷയിലാണ്. അപ്പൊ പോയി കാണുക. നിങ്ങളുടെ ID ക്യാരി ചെയ്യണം. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തോന്നുന്നുണ്ടോ? ക്യാരി ചെയ്യണം കേട്ടോ. ലക്ഷ്മിയോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ലക്ഷ്മി ദുബായിൽ വന്നിട്ട് എത്ര നാളായി? 35 വർഷമായി. 35 വർഷം. 35. 15 വർഷം എന്നാണോ പറഞ്ഞേ? ഞാൻ 15 എന്നാ പറഞ്ഞേ. 15 years. ഞാനും 35 എന്നാ കേട്ടെ. ദുബായിയെ കുറിച്ച് 2 വാക്ക്. ഹലോ. ദുബായിയെ കുറിച്ച് പറയാനാണെങ്കിൽ എന്തൊരു നല്ല 2 കാര്യം പറയും. നല്ല 2 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം രാത്രി എപ്പോ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. അതാണ്. പിന്നെ പ്രത്യേകിച്ച് ലേഡീസിന് ദുബായിൽ എവിടെ വേണമെങ്കിലും പോവാനുള്ള
ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ പിന്നെ ഫുഡ് തന്നെ ഇവിടെ എല്ലാ വിധത്തിലും കിട്ടുകയും ചെയ്യും. അതെ അതെ, ശരിക്കും നമ്മൾ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കിത് എവിടെയോ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം സ്ഥലത്തോ ഇത് ഇല്ലാത്തതാണ് പറയുന്നത് അല്ലേ? അതെ, ഇവിടെ അത്രയും നല്ല ഫ്രീഡാണ്, പറയാൻ പറ്റില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേട്ടാ ക്വസ്റ്റ്യൻ പോവാം, കാരണം നമുക്ക് ഇന്ന് സമ്മാനങ്ങൾ ഒത്തിരി പേർക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞു. അപ്പം നമ്മൾ പോയിന്റ് നിൽക്കുന്നത് ഇമേജിലാണ് കേട്ടോ. ഇമേജ് അപ്പൊ സ്ക്രീനിൽ കാണാം ഇമേജ്. ഓക്കെ, സ്ക്രീനിൽ നോക്കിക്കോളൂ. വന്നിട്ടില്ല അല്ലേ? വന്നോ? ഇല്ല, വന്നില്ലേ? ഓക്കെ, ഏതാണ് ഈ സിനിമ? വന്നിട്ടില്ല. ഓപ്ഷൻസ് പറയാം. കരിമ്പ്, ഉണരൂ, ഉയരങ്ങളിൽ. കണ്ടോ? പിക്ചർ വന്നില്ലേ? ഇപ്പൊ വന്നിട്ടുണ്ടാവണം, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവണം. നമുക്ക് ഇനി 10 സെക്കൻഡും കൂടെ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു, പെട്ടെന്ന് പറഞ്ഞോളൂ. ഈ സിനിമ ഏതാണെന്നാണ്. കരിമ്പ്, ഉയരങ്ങളിൽ. അല്ല കേട്ടോ, ഞാൻ ഉണരൂന്ന് ആദ്യം കേട്ടോ, അതായിരുന്നു ശരി. ലക്ഷ്മി ഇനിയും വിളിക്കണം കേട്ടോ. ശരി. താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് പോവാം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. വിശാൽ, കൺഗ്രാറ്റുലേഷൻസ്. എന്തിന് കൺഗ്രാറ്റുലേഷൻസ്? നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസിന്റെ ഒരു കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓ, അത് പാർട്ടിസിപ്പേറ്റ് മുമ്പ് കിട്ടി? ആണോ? വെരി ഗുഡ്. എന്നാണ് പ്രോഗ്രാം? ഈ 31-ന്, ഈ വരുന്ന 31-ന് ബർഷയിൽ വെച്ചിട്ടല്ലേ? ബെനിതായിലാണോ വരുന്നത്? ആരോ കണ്ട പോലെ പറഞ്ഞു. നരേഷ് അയ്യർ. നരേഷ് അയ്യർ. ഓക്കെ. അടിപൊളി സിംഗർ ആണ്. ഓ, കഴിഞ്ഞ നമ്മള് ലാവൻഡർ ഹോട്ടൽ വെച്ചിട്ടായിരുന്നു. അല്ലാതില്ല, അവിടെയായിരുന്നു സുഖമായിരുന്നു, നമ്മളെ വീടിന്റെ അടുത്തായിരുന്നു. അത് ഷെഹനാസ് പോയി കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. ഇതെന്തായാലും പോണം. അതെ, തീർച്ചയായിട്ടും നാളെ വിളിച്ചാൽ മതി അല്ലേ? ടിക്കറ്റ്സ് ഒക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ UBL മെലഡി ഡ്രീംസിന്റെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ നിങ്ങളുടെ ID കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു നമ്പർ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്പർ ഇപ്പൊ എഴുതി കാണിക്കുന്നുണ്ട്. എന്തോ 31-നാണ്. അതെ, 31-നാണ്. യെസ്, വെരി ഗുഡ്, എക്സലന്റ്. സോ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫ്രീ ടിക്കറ്റ്സ് കിട്ടും. ഇഫ് യു വാണ്ട് മോർ ടിക്കറ്റ്സ്, വേറെ ആർക്കെങ്കിലും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കോണ്ടാക്ട് ചെയ്യാം. ടിക്കറ്റ് 5. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇഫ് യു വാണ്ട് ഫോർ മോർ കേട്ടോ. ഓക്കെ, അതാണ് നമ്പർ. ഫേസ്ബുക്കിന്റെ ലൈവിൽ പോയി റീചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് കിട്ടും കേട്ടോ. ഞാൻ സിമിയിൽ നടന്ന പ്രോഗ്രാം എല്ലാ പ്രാവശ്യം പോയി വീണ്ടും കൊണ്ട് റിവൈൻഡ് അടിച്ച് കാണാറുണ്ട്. ആരാധകൻ സിമി പറഞ്ഞു കൊടുത്തില്ലേ പുതിയ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. എന്നാ ഉണ്ട് വിശാല വിശേഷം? സുഖമായിട്ട് പോകുന്നു സിമി. നാട്ടിൽ ഒരു മാസമായിട്ട് മിസ്സിംഗ് ആയിരുന്നല്ലോ. നാട്ടില് കല്യാണത്തിന് പോയതായിരുന്നു. കണ്ടായിരുന്നോ? ഞാൻ എന്തൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു അനക്കമില്ല, പിന്നെ വിചാരിച്ചു പിന്നെ അല്ലേ പോയി കണ്ടു, നാട്ടിൽ പോയതായിട്ട് കണ്ടു. എന്റെ 4th സിസ്റ്ററിന്റെ വെഡിങ് ആയിരുന്നു. വെരി ഗുഡ്. നമ്മളോടൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് പോയത്. എല്ലാം ചടപടേ. നാട്ടിൽ തന്നെയാ പയ്യൻ? അല്ല, ദുബായിലുണ്ട്. ഓ, വെരി ഗുഡ്. അപ്പം കൊച്ചു സിസ്റ്ററും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളിവിടെയാ പഠിച്ചു വളർന്നത്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? തിരക്കുണ്ടെന്ന് തോന്നുന്നു. വേറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പുതിയ ഒരു ബടൻ പുതിയ ആള് എന്നാണ് ഉദ്ദേശിച്ചത്? പുതിയ ബടൻ ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാം ഉണ്ടാവും. ഞാൻ വെച്ചു സിമിയ വിചാരിച്ചു പെട്ടെന്ന്. ഷഹനാസിനെ ചെറിയൊരു ഇതുണ്ട്. അതെ, താങ്ക് യു സോ മച്ച്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റാർട്ട് പറയുന്നില്ലേ? ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വീല് കറങ്ങുന്നുണ്ട്. ഷഹനാസ് കഴിഞ്ഞ ആഴ്ച ഭയങ്കര രസമായിരുന്നു.
സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീൽ നോക്കിയിട്ട് കമോൺ സ്റ്റാർട്ട്, നമ്മൾ സ്റ്റോപ്പ് പറയുമ്പോ വീൽ നോക്കിയിട്ട് കമോൺ അല്ല സ്റ്റോപ്പ്. ഇന്നിപ്പോ ഞാൻ മറന്നു നിൽക്കുവാണ് അവള് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയായിരുന്നു, കമോൺ വീൽ സ്റ്റാർട്ട്. ഇല്ല ഇന്ന് അങ്ങനെ ഒന്നും തെറ്റിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് പറയില്ലേ? ഞാൻ പറയണോ? സ്റ്റോപ്പ്, ഞാൻ പറഞ്ഞു സ്റ്റോപ്പ്. വീലിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി പറയും സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ്. അപ്പം ഓപ്ഷൻ പോവാം. വന്നിട്ടില്ല, നിന്നില്ല അവിടെ നിന്നു. എന്നാ സ്ക്രീനിൽ നിന്നില്ല, നിന്ന് പൊളിറ്റിക്സ്. പോളിറ്റിക്സ് റെഡി അല്ലേ? ആ റെഡി. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ റെഡിയാണ്. ഇപ്പൊ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് യൂട്യൂബില്. ഇന്ത്യയിലെ മൊത്തം ഹൈക്കോടതികളുടെയും എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് പറയാം. 27, 20, 24. നമ്മുടെ നാട്ടിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? ഞങ്ങളൊന്നും വരത്തില്ല. അതെ, സമയം 27. പെട്ടെന്ന് പറഞ്ഞു. 27 ലോക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ 27 നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. വിശാലിന്റെ ബുദ്ധിപരമായ നീക്കമാണോ എന്ന് ഇപ്പൊ അറിയാൻ പറ്റും. പക്ഷെ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. 24 ആണ്. പുതിയ സ്റ്റേറ്റ്സിനൊന്നും ഹൈക്കോർട്ട് കൊടുത്തിട്ടില്ല. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. അപ്പൊ പരിപാടി വന്ന് കാണുക, അടിപൊളിയായിരിക്കും. ഓക്കെ, അതെ, തകർക്കുക. താങ്ക് യു, ബൈ ബൈ. ബൈ. അപ്പം അടുത്ത കോളിലേക്ക് പോവാം. ദാറ്റ് വാസ് റിഷാൽ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. വെരി നൈസ് പേഴ്സൺ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. എന്റെ പേര് മാലിക് എന്ന് പറയും. മാലിക്. മാലിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുടെ സ്വത്താണ്. അതെ അതെ. എന്നാ വിശേഷം? വിശേഷം, ഞാൻ ഇപ്പം എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. അതെ, അറിഞ്ഞു. പ്രൊമോഷൻ കിട്ടി. സിനിമ അറിഞ്ഞിട്ടില്ല. എത്തിഹാദ് എഞ്ചിനീയറിംഗിൽ നിന്ന് മാറി എത്തിഹാദ് എയർവേസിലോട്ടായി. Oh my God, I'm so proud of you, Malik. I'm proud. സത്യമായിട്ടും നമ്മൾക്ക് എന്താ പറയാ, നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. I'm so happy for you. Congratulations. അമ്മയുടെ പ്രാർത്ഥനയാണ്, അമ്മയുടെ അനുഗ്രഹമൊക്കെയാണ് കേട്ടോ. അതെ, I'm so happy. അപ്പൊ നമുക്ക് ഇന്ന് കൺഗ്രാറ്റുലേഷൻസ് ടു അമ്മ ആൻഡ് മാലിക്, ബിക്കോസ് നിങ്ങൾക്ക് ഒരു കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസ് കാണാനായിട്ട്. ഇറ്റ്സ് ഹാപ്പനിങ് ഓൺ ഓഗസ്റ്റ് 31st. അപ്പൊ നരേഷ് അയ്യർ ആണ് നമ്മുടെ സെലിബ്രിറ്റി സിംഗർ വിത്ത് ലോട്ട് ഓഫ് അതർ സിംഗേഴ്സ്, 5 സിംഗേഴ്സ് ഫ്രം നമ്മുടെ UAE നിന്നും. അപ്പൊ മറക്കാതെ വന്ന് അടിപൊളിയായിട്ട് കാണുക. ബ്യൂട്ടിഫുൾ സിംഗർ ആണ് കേട്ടോ നരേഷ് അയ്യർ. ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ഇവന്റ് കണ്ടായിരുന്നു, മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും. ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നമുക്ക് കുറെ കോളേഴ്സ് ഉണ്ട് ഇന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോവാം കേട്ടോ മാലിക്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ആദ്യം സ്റ്റാർട്ടിംഗ് ഷോ പറഞ്ഞു. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. GK. അപ്പൊ GK ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ്. നോക്കാം. ഓക്കെ. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്? ഓപ്ഷൻ വായിക്കാം. കണാദൻ, റൂദർഫോർഡ്, ഓസ്റ്റ്വാൾഡ്. ക്വസ്റ്റ്യൻ എന്തോന്നായിരുന്നു? ആറ്റം എന്ന വേർഡ് ആദ്യമായിട്ട് ആരാണ് നിർദ്ദേശിച്ചത് എന്നാണ്. ഇതിനകത്ത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കണാദൻ ആണോ, റൂദർഫോർഡ് ആണോ, അതോ ഓസ്റ്റ്വാൾഡ് ആണോ ഇത് ആദ്യമായിട്ട് പറഞ്ഞത്? ഓക്കെ, വി ആർ ഗോയിങ് ടു ഓപ്ഷൻ എ. മേക്ക് ദിസ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ പഠിച്ചതാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. സി ആയിരുന്നു. ആറ്റം എന്തുമാത്രം കുഴപ്പമില്ല. അല്ല, ഏഴ് എട്ടിലൊക്കെ കെമിസ്ട്രിയിലുള്ള സാധനമല്ലേ? അല്ലല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് മാലിക്. അഗൈൻ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. നിതം കൺസൾട്ടൻസിയുടെ പ്രോഗ്രാം കാണാം കേട്ടോ. അപ്പൊ എന്തായാലും ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ്? ഇത് കവിത. കവിത ആദ്യമായിട്ടാണോ? അല്ലല്ലോ, എന്റെ ഫ്രണ്ട് ആണോ ഈ കവിത? അല്ലല്ലോ, അല്ല, ആദ്യമായിട്ടാണോ വിളിക്കണേ? അതെ അതെ, ആദ്യമായിട്ട് വിളിക്കുന്ന കവിതയാണോ? അതെല്ലോ. ആണോ? ഈ കവിതയുടെ സൗണ്ട് എനിക്ക് വളരെ പരിചയം പോലെ. എനിവേ, ചിലപ്പോ കവിത എന്നുള്ള പേര് എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അതാണ്, നല്ല പേരാണ് കവിത. കവിത എഴുതാറുണ്ടോ? അതെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതാൻ ഒത്തിരി ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. കവിതയോ? കവിതയൊക്കെ ചുമ്മാ കവിത പേരിട്ട മാത്രമല്ല, ഒരു 2 കവിതയൊക്കെ ചൊല്ലണ്ടേ? അതുകൊണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ എല്ലാരും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ ഐ നെവർ ബിക്കേം എ പോയറ്റ്. ആണല്ലേ? എഴുതി കൂട്ടി. പക്ഷേ സ്കൈ ഇസ് ബ്ലൂ, റോസസ് ആർ റെഡ്, അങ്ങനെയൊക്കെയാണോ?
UVL is bright. I am beautiful. ഇതൊക്കെ ചുമ്മാ എഴുതാം. പിന്നെ നമ്മളെ ദിലീപ് പറഞ്ഞോളൂ തേങ്ങാക്കുലയിലാടുന്നു. തേങ്ങാക്കുലക ആടുന്നു അതൊക്കെ എഴുതിയോ? ഇല്ല അങ്ങനെയൊന്നും എഴുതിയില്ല. ഓക്കെ, എനിവേ കവിത ഞങ്ങൾ ചുമ്മാ ചോദിച്ചാണ്. കവിത നാട്ടിലെവിടെയാ? എന്റെ നാട് കോട്ടയം. കോട്ടയംകാരിയുടെ കൂടെ. കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത് തിരുവാർപ്പ് എന്ന് പറയും. കുമരക അടുത്ത്. കുമരക അടുത്ത്. ആണോ? ഞാൻ കഞ്ഞിക്കുഴി. വെരി നൈസ്. വെരി നൈസ്. മനസ്സിലാകുന്നുണ്ടല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺഗ്രാറ്റുലേഷൻസ് കവിത. കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നരേഷ് അയ്യറിന്റെ പാട്ടൊക്കെ കാണാൻ നിതൻ കൺസൾട്ടൻസി, ഹിറ്റ് FM പ്രസൻസ് നിതൻ കൺസൾട്ടൻസിയുടെ നമ്മുടെ മെലഡി ഡ്രീംസ് കപ്പിൾ ടിക്കറ്റിന്റെ വിന്നർ ആണ് കവിത. കപ്പിൾ ടിക്കറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും 31st വരുന്നത്. എന്തായാലും പോയി എൻജോയ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് കവിത ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. ഇന്നിപ്പോ ഒത്തിരി കോളേജ് പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞോ. സ്റ്റാർട്ടിങ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറയാൻ ഇപ്പഴേ. സ്റ്റോപ്പും പറയണം കേട്ടോ. സ്റ്റോപ്പ് പറയട്ടെ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം സ്റ്റോപ്പ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഒരു ഡിലേ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് പറയണം. ഓക്കെ സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. ഓക്കെ സ്റ്റോപ്പ്. ഇല്ലെങ്കിൽ ഞാൻ ഷേനാസിന് എന്താ വന്നിട്ടില്ല. ഓഡിയോ ആണ്, അപ്പൊ ടിവിയുടെ വോളിയം കൂട്ടണം. ഞങ്ങൾ ഇനി സംസാരിക്കില്ല, ക്വസ്റ്റ്യൻ ഓഡിയോ ആയിട്ട് കേൾക്കണം. ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ. ശരി, അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഓക്കെ കേട്ടില്ലേ? അപ്പൊ ഈ സംഭാഷണം പറയുന്ന നായക കഥാപാത്രം ആരാണ്? സുകുമാരൻ, കേശവൻകുട്ടി, പീതാംബരൻ. സംഭാഷണം കേട്ടില്ലല്ലോ. കേട്ടില്ലേ? ഇല്ല. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓ അത് ശരി, അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് കേശവൻകുട്ടി ഓർ നോട്ട്? കറക്റ്റ് ആൻസർ. പെട്ടെന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ടിവിയുടെ വോളിയം കുറച്ചോ? ടിവിയുടെ വോളിയം കുറച്ചോ? സ്റ്റാർട്ട് പറഞ്ഞു. ഓക്കെ സ്റ്റാർട്ട്. ഓക്കെ സ്റ്റോപ്പ്. ഇമേജ്. അപ്പൊ ഒരു പിക്ചർ നമ്മൾ സ്ക്രീനിൽ കാണിക്കും. നമ്മൾ പെട്ടെന്ന് 3 ഓപ്ഷൻ തരും. ആ പിക്ചർ നോക്കിയിട്ട് അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകും. സ്റ്റോപ്പ്. ഇമേജ് വന്നു. ഓക്കെ. അപ്പൊ ഇമേജ് വരാൻ ക്വസ്റ്റ്യൻ വരാണ്. ശ്രദ്ധിച്ച് നോക്കുക അത് എന്താണെന്ന്. ദർ വിൽ ബി എ സ്മോൾ ഡിലേ കേട്ടോ. ചെറിയൊരു ഡിലേ ഉണ്ട്. നമ്മൾ ലൈവ് ആണ് ഇത് പോകുന്നത്. ഒരു ചെറിയ ഡിലേ ഉണ്ടാവും അവിടെ കാണുന്നത്. ഞങ്ങൾ ലൈവിലാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇമേജ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പൊ വരും അവിടെ. ആ കാണുന്ന പിക്ചറിലുള്ള ആള് ജനിച്ച വർഷം ഏതാണെന്നാണ് പറയുന്നത്. ഓക്കെ. 1946, 1949, 1952. Bush. George Bush. You have only 5 seconds left. 5, 4, 3, 2, 1, 0. 1952. Sorry. 1946 ആയിരുന്നു. ജോർജ് ബുഷ്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ ജോർജ് ബുഷ് ആണെന്ന് മനസ്സിലായി. അവർക്ക് മനസ്സിലായോ? കവിത, എനിവേ നൈസ് ടോക്കിംഗ് ടു യു. ഇനി വിളിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു so much for calling. അടുത്ത കോൾ. ഹലോ ഗുഡ് ഈവനിങ്. ഹായ് ഗുഡ് ഈവനിങ്. ഹായ്. ആരാണിത്? എന്റെ പേര് ക്രിസ് എന്നാണ്. ക്രിസ്, നമ്മുടെ പൈലറ്റ്. എന്നാണ് വിശേഷം? നന്നായിട്ടിരിക്കുന്നു. വന്നിട്ട് വിശേഷം? കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസ് കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയെന്നാണോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിസ് അപ്പൊ ആരുടെ പോവും ഈ കപ്പിൾ ടിക്കറ്റ് കിട്ടുമ്പം? എയർ ഹോസ്റ്റസ് വല്ലതും കൂടെ വരുമോ? എനിക്കറിയില്ല. എനിക്കിനി വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഒരാളെ കൊണ്ടുപോകും. എന്താണെങ്കിലും കപ്പിൾ ടിക്കറ്റ് ആണ്. അപ്പം എമിറേറ്റ്സ് ഐഡി കൊണ്ടുപോകുക, അല്ലെങ്കിൽ പൈലറ്റിന്റെ കാർഡ് കാണിച്ചാലും മതിയായിരിക്കും. ഐ ഡോണ്ട് നോ, ബട്ട് യു ഷുഡ് ഷോ എമിറേറ്റ്സ് ഐഡി കേട്ടോ.
അപ്പം നിങ്ങൾ എന്നെ ഈ കപ്പിൾ ടിക്കറ്റ് വേണ്ടി തന്നിട്ട് വെറുതെ മറ്റേ എന്താണ് ഇന്റിമിഡേറ്റ് ചെയ്യാണ് കേട്ടോ. മോട്ടിവേറ്റീവ് ആണ്. എത്രയും പെട്ടെന്ന് ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക. നരേഷ് അയ്യറിന്റെ പാട്ട് കാണാൻ വരിക August 31. ഓക്കെ എനിവേ ഞങ്ങൾക്ക് ഇതൊക്കെ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞാലോ? നമുക്ക് പെട്ടെന്ന് സമയം പോകുന്നു. ഓക്കെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട് പറഞ്ഞു. ലെറ്റ്സ് സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. സ്പോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്പോർട്സ് നല്ല ക്വസ്റ്റ്യൻ റെഡി അല്ലേ? പ്ലീസ്. ഓക്കെ, ഞങ്ങളും ഇവിടെ ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്പോർട്സ് എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒന്ന് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളെ കണ്ണു നിറച്ച് കാണാൻ പറ്റുന്നു. നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് ധാരാളം മതി. കാരണം ഇപ്പൊ ക്വസ്റ്റ്യൻ വരും. അപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടാമത്തെ ഏഷ്യൻ ഇൻഡോർ ഗെയിംസിന്റെ മാസ്കോട്ടിന്റെ പേരെന്തായിരുന്നു? ഷെയ്മേ, എന്താ? മിവിക്കി, മെയ്മേ. ഇതിലേതായിരുന്നു? ഷെയ്മയാണോ, മിവിക്കിയാണോ, മെയ്മയാണോ? മവിക്കി. മിവിക്കി എന്നാണ്. ഓക്കെ, മാസ്കോട്ടിന്റെ പേരെന്താണെന്നാണ്? ഏഷ്യൻ ഇൻഡോർ ഗെയിംസിന്റെ മാസ്കോട്ടിന്റെ പേരെന്താണെന്നാണ്? മെയ്മേ. ഓപ്ഷൻ ബി. തെറ്റിപ്പോയി ക്രിസ്, അത് മെയ് ആയിരുന്നു. ഡിസാസ്റ്റർ. No, it's not a disaster. You gave a good try. Okay. Hello. And anyway, congratulations. Couple ticket ഉണ്ടല്ലോ. പ്രോഗ്രാമിന് കാണാം. Okay. Next calling പോവാം. Thanks for calling, Chris. Hello. Hi, good evening. Hi, good evening. ഇതാരാണ്? എൻ്റെ പേര് അനിൽ എന്നാണ്. Hi, Anil. അനിലിന്റെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കൂ. Of course. Okay. അനിൽ നേരത്തെ വിളിച്ചിട്ടുള്ള അനിലാണെന്ന് തോന്നുന്നില്ലയോ? ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. എന്നാ ചെയ്യുന്നു? നാട്ടിലെവിടാണ്? നാട്ടിലെ ട്രിവാൻഡ്രത്താണ്. ഞാൻ ജെവിസ് ഗൾഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ റീജിയണൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്നു. മൈ ഓഫീസ് ഈസ് ഇൻ ദബ്സ. ഓക്കെ, അടിപൊളി. സോ ഫാമിലി ആയിട്ടാണ് ഇവിടെ? ആണ്, ഫാമിലി ആയിട്ടാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ജസ്റ്റ് വൺ കപ്പിൾ ടിക്കറ്റ്. അപ്പോൾ ഈ 31 ഓഗസ്റ്റിന് നരേഷ് അയ്യറിന്റെ പാട്ട് പരിപാടി കാണാനായിട്ട് നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസ് എന്ന പ്രോഗ്രാമിലേക്ക് കപ്പിൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, സോ അനിലിന്റെ ഇഷ്ടമുള്ള ഒരു ഹോബി എന്താണ്? വാട്ട് മേക്സ് യു ഹാപ്പി ചെയ്യുമ്പോൾ? മ്യൂസിക് ആൻഡ് സ്പോർട്സ്. അത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വരും. അതെ, മ്യൂസിക് ആയതുകൊണ്ട് പാട്ട് പാടുന്നു അനിൽ? ഇല്ല, എന്റെ മോള് നന്നായിട്ട് പാടും. ആരാ? എന്റെ വൈഫും മോളും നന്നായിട്ട് പാടും. ഓക്കെ, വൈഫ് അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് പെട്ടെന്ന് പാടാവോ? എനിക്ക് 1 മിനിറ്റ് ഉണ്ട്. പിന്നെന്താ? വൈഫിന്റെ പേര് സുനിത എന്നാണ്. സുനിത. ഹലോ സുനിത. നല്ല ശബ്ദം, സ്വീറ്റ് വോയിസ് ആണല്ലോ. പാട്ട് പാടി. എന്തായാലും പാട്ട് പാടിക്കോളൂ. ഓക്കെ. ആടിവാ കാറ്റേ, പാടിവാ കാറ്റേ, 1000 പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ തഴുകും കനകവുമായി പൂങ്കാറ്റേ ലാലാ. അടിപൊളി. അപ്പൊ സുനിത, യു ഡിസേർവ് ദിസ് കേട്ടോ, ഈ ടിക്കറ്റ്. താങ്ക് യു കേട്ടോ, ഈ ടിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നമ്മൾ വരത്തില്ല, പാട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഡിസേർവ്. ഈ പരിപാടിയിലേക്ക് ഇതൊരു 12 months ആയിട്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഈ മെലഡി ഡ്രീംസ് എന്ന് പറയുന്നത്. hello@melodydreams എന്നുള്ള ആ ഒരു email.com ഇമെയിലോട്ട്, അത് നമ്മുടെ UBL പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. മെലഡി ഡ്രീംസ് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ 1 മിനിറ്റ് ഉള്ള 2 ടൈപ്പ് ഓഫ് വോയിസ് പാട്ടുകൾ അയച്ചു കൊടുക്കുക. യു ഷുഡ് ട്രൈ കേട്ടോ. അപ്പൊ ഇവര് സെലിബ്രിറ്റി സിംഗേഴ്സിനെ കൊണ്ടുവരും എവറി മന്ത്.
ഓക്കെ, എന്നിട്ട് അവരുടെ കൂടെ ഒരു ട്രെയിനിങ് ഉണ്ടാവും, അവരുടെ സ്റ്റേജിൽ പാടാം. ഇമാജിൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് പറഞ്ഞുതരാം, പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഇതെന്ന് പറയുന്നത് മെലഡി ഡ്രീംസ് എന്ന് പറഞ്ഞൊരു ഇവന്റ്, ഒരു പ്രോഗ്രാമാണ്. നിതം കൺസൾട്ടൻസി ആണ് ഇത് നടത്തുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിതം കൺസൾട്ടൻസിയുടെ പേജിലും ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഞങ്ങളുടെ UBL പേജിലും ഉണ്ട്, ഇതിലുണ്ട്. അതുപോലെ തന്നെ FBയിൽ ഇപ്പൊ UBLന്റെ ഈ ഒരു ലൈവ് പോകുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ എവറി മന്ത് ദേ ബ്രിങ് ആ സെലിബ്രിറ്റി സിംഗർ. ഓക്കെ, അവരുടെ കൂടെ പാടാൻ അവസരം കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പോസ്റ്റർ കാണാൻ പറ്റും എന്റെ സ്ക്രീനിൽ. യുവർ വൈഫ് ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ, ഈവൻ ദ ടിക്കറ്റ്സ് ഡീറ്റെയിൽസ് ആർ ഗിവൻ ബിലോ. അപ്പം ഇതിനകത്ത് ഇവരുടെ കൂടെ പാടാൻ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് 1 മിനിറ്റിന്റെ 2 ടൈപ്പ് ഓഫ് പാട്ടുകൾ. സോ ഇറ്റ് ക്യാൻ ബി ഒരു മെലഡി, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ പെപ്പി, വാട്ട് എവർ. മലയാളം തമിഴ് സോങ്സ് ആണ് ഓക്കെ അയച്ചു കൊടുക്കണ്ടേ. ഓക്കെ, 2 പാട്ടുകൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ലിങ്ക് നിങ്ങൾ ഈ മെലഡി ഡ്രീംസിന്റെ hello@melodydreams.ae. ഓക്കെ, hello@melodydreams and with an z. ഓക്കെ, melodydreams.ae ലോട്ട് നിങ്ങളുടെ ഈ 2 പാട്ട് അയക്കുക വിത്ത് യുവർ ഡീറ്റെയിൽസ് അറ്റ് യുവർ നെയിം. ഏജ് കാറ്റഗറി ഇല്ല, ജെൻഡർ കാറ്റഗറി ഇല്ല, ദർ ഇസ് നത്തിങ്. ഇഫ് യു ആർ എ ഗുഡ് സിംഗർ യു വിൽ ബി സെലക്ടഡ്. റൈറ്റ്, ഓക്കെ, ഗോട്ട് ഇറ്റ്. താങ്ക് യു, താങ്ക്സ് ഫോർ ദി ഇൻഫോ. കരോക്കെ വേണ്ട, ഒന്നും വേണ്ട. ഇറ്റ്സ് ലൈക്ക് റോ ആയിട്ടുള്ള നിങ്ങളുടെ സൗണ്ട് ആണ് വേണ്ടത്. അമേസിംഗ്. അപ്പം നിങ്ങൾ അയച്ചു തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും വേണം കേട്ടോ. നമ്മുടെ 3-in-1 ഞാൻ സിമി, ദിസ് ഇസ് ഷഹനാസ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറ. സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. അപ്പം നമ്മളെ പോയിന്റ് തന്നിട്ടുള്ളത് ഓഡിയോയിലാണ് കേട്ടോ. അപ്പോൾ TV-യിൽ ഒന്ന് നോക്കിക്കോളൂ, സ്ക്രീനിൽ നോക്കിക്കോളൂ. ടിവിയുടെ സൗണ്ട് കൂട്ടുക, എന്നിട്ട് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇനി മിണ്ടത്തില്ല കേട്ടോ. ഓക്കെ, see options. Option A. You can. ഏത് സിനിമയിലെ BGM ആണെന്നാണ്? തണ്ണീർമത്തൻ ദിനങ്ങളാണോ, ജോ ആൻഡ് ജോ ആണോ, സൂപ്പർ ശരണ്യ ആണോ? പെട്ടെന്ന് പറ. ഉത്തരം പറഞ്ഞു. ഓക്കെ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാം, നമുക്ക് സമയമില്ല. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പെട്ടെന്ന് പറഞ്ഞോളൂ. ഗുഡ്, ദാറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഓഡിയോ തന്നെയാണ്. അപ്പൊ സൗണ്ട് കൂട്ടിക്കോളൂ, ഞങ്ങൾ ഇനി മിണ്ടുന്നില്ല, പെട്ടെന്ന് കേട്ടോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഏത് സിനിമയിലെ BGM? Again BGM. കേട്ടോ? സൗണ്ട് ആക്ച്വലി ഓഡിബിൾ അല്ല അത്ര. ഒന്നുകൂടെ കേൾക്കൂ. Okay, I'll go for gangster. Option A. Okay. Option A. B ആയിരുന്നു കേട്ടോ ആൻസർ. വരത്തനാണ് അല്ലേ? വരത്തനാണ്. But anyway, fair game ആയിരുന്നു. You just said whatever you felt like, അല്ലേ? Yeah, that's a good thing. But anyway, don't miss this event കേട്ടോ. Right. Okay. കുട്ടികളുണ്ടോ വീട്ടില്? ഒരാളുണ്ട്, മോളുണ്ട്, ഒരാളുണ്ട്. ഓക്കെ, അപ്പം ഹായ് മോൾ.
അപ്പം ഞങ്ങള് ഇന്ന് വിളിച്ചതിന് ഒത്തിരി താങ്ക് യു. ഓക്കെ, അതെ. പിന്നെ പാട്ട് പാടിയിരുന്ന ഒരുപാട്. തീർച്ചയായിട്ടും. ഇന്ന് നമുക്ക് കുറെ പുതിയ കോളേജ് ഷഹനാസ് വന്നിട്ടായിരിക്കും കേട്ടോ. അതല്ല, സിമി വന്നിട്ടായിരിക്കും. ഷഹനാസ് എന്തെങ്കിലും ആൾക്കാരോട് എന്താണ് ഷഹനാസിന് പറയാറുണ്ട്? യു ടോക്ക്. ആക്ച്വലി ഞാൻ കുറച്ച് ഷഹനാസിന് സംസാരിക്കാൻ അവസരം തന്നില്ലെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഷഹനാസ് പതുക്കെ വരുമ്പോ ചിലപ്പം ഐ എം ഹൈപ്പർ, ഞാൻ പെട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നി. ഐ വാണ്ട് യു ടു ടോക്ക്. എന്തെങ്കിലും പറ. കഴിഞ്ഞു. നമുക്ക് 1 മിനിറ്റ് കൂടെ പറഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടും. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. ഷഹനാസിന് എന്താണ് ഇവിടെയുള്ള ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്? സമയമായി. ഷഹനാസ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ തന്നെ പറയാം. ഷഹനാസ്, അപ്പൊ നമ്മള് അടുത്ത ആഴ്ച വീണ്ടും വരെ 3-in-1 എല്ലാവരും മറക്കാതെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഏത് സമയമാണ് ഷഹനാസ്? 7:30 to 8:30 കാണുക, വിളിക്കുക ഞങ്ങളെ. ഓക്കെ, അപ്പൊ ഇന്ന് വിളിച്ച എല്ലാവരും തന്നെ വിന്നേഴ്സ് ആയിരുന്നു. ദേ ഓൾ ഗോട്ട് നിതം കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഡ്രീംസ്. അവർ അവരുടെ എമിറേറ്റ്സ് ID കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പിൾ ടിക്കറ്റ് കിട്ടും. സോ നിങ്ങൾ എല്ലാരും പോയി എൻജോയ് ചെയ്യാ. നരേഷ് അയ്യർ സോങ് ആകുമ്പോ കേട്ടിരുന്ന് പോകും. അത്രയും ഭയങ്കര എന്താ പറയാ, അടിപൊളി സോങ്. ഓക്കെ, എനിവേ ഹാപ്പി ആയിട്ടിരിക്കുക. ഇറ്റ്സ് മീ സിമി ആൻഡ് ഷഹനാസ്. ഗുഡ് നൈറ്റ്.